നമസ്കാരം പ്രിയമുള്ളവരെ. ഞാൻ ഇന്ന് സംവദിക്കാൻ പോകുന്നത് സൈക്കോളജിയിൽ അല്ലെ മനഃശാസ്ത്രപരമായി NLP അല്ലെ പല ഇതിലും നമ്മൾ മറ്റുള്ളവരുമായി എങ്ങനെ ഒരു റാപ്പോർട്ട് ഉണ്ടാക്കാം, എങ്ങനെ ആകർഷണീയമായി നമ്മളെ അവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കെങ്ങനെ കാര്യങ്ങൾ നീക്കാൻ പറ്റും നോക്കാം. ഒരു വ്യക്തിയെ ഇപ്പം നമ്മളൊരു ഓഫീസ് പോകുമ്പോൾ അവിടെ ഒരാളെ നമ്മൾ ഇൻ്റർവ്യൂ പോകുമ്പോൾ അവരെ നമുക്ക് എങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്യണം, അവരെ നമുക്ക് വശീകരിക്കണം, അതിൽ ആകർഷിക്കണം, അവർ നമ്മളെ ആകർഷിക്കണം, നമ്മളെ ഇഷ്ടപ്പെടണം. എന്ത് ചെയ്യണം? നമ്മൾ ടെൻഷനായി പോയി അപ്പം നമ്മളെന്ത് വേണം? പോയ ഉടനെ തന്നെ അവരുടെ സൗമ്യമായി അവരെ കണ്ണിലേക്ക് നോക്കണം, സ്നേഹപൂർവ്വം. അതിനുശേഷം അവരെങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ നമ്മൾ എങ്ങനെയാണോ കൈവച്ചിരിക്കുന്നത് അതറിയാത്ത രീതിയിൽ, ഇതെല്ലാവർക്കും അറിയാം, ഇപ്പം ഔട്ട്സൈഡിലെല്ലാവർക്കും ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വ്യക്തി എങ്ങനെയാണോ കൈകൾ ചലിക്കുന്നത് അതേപോലെ നമ്മൾ അറിയാതെ യാന്ത്രികമായി അവരറിയാതെ നമ്മളെ കൈകൾ ചെറുങ്ങനെ അവരെ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ അവരുടെ ബ്രീത്തിലേക്ക് പോകാം. അവരുടെ ബ്രീത്തിൻ്റെ ഗതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ആ ബ്രീത്തിനോടൊപ്പം നമ്മൾ കണക്ട് ചെയ്യാം ഒരേ താളത്തിൽ. അപ്പോൾ നമ്മളത് വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ടൈപ്പാവും. അപ്പോൾ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങാം. അങ്ങനെ നമ്മൾ ഏത് വ്യക്തിനെ വേണമെങ്കിൽ നമുക്ക് സ്വാധീനിക്കാം. വേണമെങ്കിൽ അത് തെറ്റായ രീതിയിൽ നമ്മൾ ഒരിക്കലും അത് ഉപയോഗപ്പെടുത്തരുത്. നല്ലതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ആരുമായിട്ട് നമുക്ക് മിങ്കിളാവാം. അവരെ താല്പര്യത്തിനനുസരിച്ച് നമ്മളൊന്ന് നിന്ന് കൊടുക്കണം. അവരെന്താണോ ഇഷ്ടപ്പെട്ടത്, ഇപ്പോൾ അവർ കാപ്പി പറയുമ്പം എനിക്കും കാപ്പി മതി സാർ എന്ന് പറയണം. അപ്പോൾ അത് ഒരു ഇഷ്ടമാണ്, അവരുടെ ഇഷ്ടത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം രണ്ട് ഊർജ്ജം ഒന്നായിത്തീരും. അവിടെ നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും. ഇങ്ങനൊരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷേ അതൊരു സ്വാർത്ഥപരമായിട്ടാവരുത്. അത് പൊതുവായ നന്മയ്ക്ക് വേണ്ടിയും അത് അവരുടെ നന്മയ്ക്ക് വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന നല്ലതാണ്. അത് തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ആൾക്കാർ, അതിൻ്റെ റിയാക്ഷൻ വരും. അത് ഞാൻ പറയുന്നില്ല ഇപ്പോഴും. നമ്മൾ നല്ല രീതിയിൽ ധാർമ്മികമായ രീതിയിൽ ഒരു വളർച്ചയ്ക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി നമുക്ക് അതൊക്കെ ഉപയോഗപ്പെടുത്താം. ചില വ്യക്തികളെ നമുക്ക് സ്വാധീനിക്കാം, അവരിൽ നിന്നുള്ള അനുകൂലങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ അവരുടെ ഹൃദയം കൊണ്ട് നമുക്ക് സ്വീകരിക്കാം. ഇങ്ങനെയൊക്കെ നല്ല രീതിയിൽ നമുക്ക് മനുഷ്യബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാം. അതിന് ഒരു ഫിലോസഫർ പറഞ്ഞിരിക്കുന്നത്, ഈ ലോകത്ത് പല വെറൈറ്റി മനുഷ്യരുണ്ട്. കാരണം കല്ല് മനുഷ്യൻ, സ്റ്റോൺ മാൻ, ഒരിക്കലും മാറ്റം വരാതെ ഒരു വികാരവുമില്ലാതെ ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഇത് എൻ്റെ അഭിപ്രായമാണ്. ഒരു ഫിലോസഫറുടെ ഞാൻ വായിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, എല്ലാവർക്കും ശരിയാവണമെന്നില്ല. സ്റ്റോൺ മാൻ, കല്ല് പോലെ, ഒരിക്കലും പരിവർത്തനത്തിന് അത്രയോ കാലങ്ങൾ, കോടാനുകൂടി വർഷം വേണം ഒരു കല്ല് പരിവർത്തനം ചെയ്യാൻ. കല്ല് പോലത്തെ മനുഷ്യന്മാരുണ്ട്, ഒരു മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ, ഒന്നും ശ്രദ്ധിക്കാതെ എങ്ങനെയാണോ അതുപോലെ അങ്ങ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇതാണ് സ്റ്റോൺ മാൻ എന്ന് പറയും. രണ്ടാമത് ട്രീ മാൻ, സസ്യങ്ങളിലേക്ക് വന്നു. ഒരു മരത്തിനെ പോലെ നിൽക്കുന്ന സ്ഥലത്ത് തണലേകും, അതിൻ്റെ മേലെ കുറച്ച് പക്ഷികൾക്കൊക്കെ ചേക്കേറാം, പക്ഷേ ചലിക്കാൻ പറ്റത്തില്ല. ആ നിൽക്കുന്ന സ്ഥലത്ത് മാത്രം, താൻ എവിടെയാണോ അവിടെ മാത്രം തണലേകുന്ന വൃക്ഷങ്ങളെ പോലെയുള്ള മനുഷ്യരുണ്ട്. പക്ഷേ നന്മയുണ്ട്, അതിൽ നന്മയുണ്ട്. വേറെ വിദൂരത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. ആ സ്റ്റാൻഡിങ് പോസ്റ്റിൽ ധാരാളം കാര്യങ്ങൾ അത് ചെയ്യുന്നു, അവിടെ തന്നെ അവർ ആ ജീവിതം അവസാനിക്കുന്നു. അങ്ങനെ ട്രീ മാൻ. അതിനുശേഷം മാൻ, മനുഷ്യ മനസ്സ്, അതായത് മനുഷ്യരെ പോലെ പരസ്പരം വികാരങ്ങൾ പങ്കുവയ്ക്കുന്നു, ഇമോഷണലി നമ്മളെ സഹായിക്കുന്നു. അടുത്തൊരു സുഹൃത്തിന് പ്രശ്നമെന്ന് നമ്മളവിടെ പോയി ഷെയർ ചെയ്യുന്നു, നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുന്നു. ഇത് മാനാണ്. മനുഷ്യത്വം എന്ന അവസ്ഥ അറിയുള്ളൂ. അതായത് ഒരു 90% മനുഷ്യനും 10% മൃഗവും. അത് ചില സമയം സ്വാർത്ഥപരമായിട്ടായിരിക്കും. നാളെ ഇവനിൽ നിന്ന് എനിക്കെന്തും കിട്ടും, അവിടെ ചെറിയൊരു സ്വാർത്ഥതയൊക്കെ ഉണ്ടായിരിക്കും. വെറുതെ അങ്ങനെ ആ തലം വരുന്നുണ്ട്. അവിടെ 90% മനുഷ്യനും 10% മൃഗവും. പിന്നെ 90% മൃഗീയതയും 10% മനുഷ്യരുള്ള ആൾക്കാരുണ്ട്. അവർ തിരിച്ചറിയണം, അവരാണ് ക്രൂരന്മാർ. അവർ ദയാദാക്ഷിണ്യമൊന്നുമില്ല, ചിലപ്പോൾ കൊന്നുകളയും. ഒരു സ്വർണ്ണത്തിനൊക്കെ വേണ്ടി ആളെ കൊല്ലുന്നുണ്ട്. അത് അവരറിയാതെ, അത് ആരെയും കുറ്റം പറയല്ല, ഒരു മാനസിക രോഗമെന്ന നിലയിൽ അതിനെ കാണാം. അത് തെറ്റല്ല, അത് ജന്മനാലുള്ള ജനറ്റിക് ഒരു രോഗാവസ്ഥയിലുള്ള ആൾക്കാർ. അവർ അവസരം കിട്ടുമ്പോൾ അവിടെ മോഷ്ടിക്കും, ചിലപ്പം കൊല്ലും. അവനെ സാഹചര്യത്തിൻ്റെ ഇരകളായി പോയ ധാരാളം കുറച്ച് ആൾക്കാരുണ്ട്. അവരെയാണ് ഇപ്പം ജയിലൊക്കെ അടയ്ക്കുന്നത് മിക്കവാറും. പക്ഷെ അതിൽ പാവങ്ങളും നിരപരാധികളും പലപ്പോഴും പെട്ടുപോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗമുണ്ട്. മൃഗീയ മനുഷ്യർ എന്നൊക്കെ പറയുന്നില്ലേ, മൃഗത്തിൻ്റെ സ്വഭാവം. മൃഗത്തിന് പിന്നെ ഒരു ചില കാര്യത്തിലൊക്കെ, പക്ഷേ അത്രയും മൃഗത്തേക്കാൾ താണ രീതിയിൽ മനുഷ്യത്വം തീരെയില്ലാത്ത 100% മൃഗീയ രൂപത്തിൽ ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, ഭോഗിക്കുന്നു. വേറെ ഒന്നുമില്ല, ലോകത്തെക്കുറിച്ചോ മറ്റുള്ളവരെക്കുറിച്ചോ ഒരു പരിഗണനയില്ല. തൻ്റെ വീട്ടുകാർ ഭക്ഷണം കഴിച്ചെന്നോ അവർക്ക് വല്ല പ്രശ്നമുണ്ടെന്നോ ഒന്നും ചോദിക്കാൻ അവർക്ക് സമയമില്ല. അവരുടെ മദ്യപാനം, അവരുടെ ഭക്ഷണം, അവരുടെ സന്തോഷം മാത്രം നോക്കി ജീവിക്കുന്ന, അതെല്ലാ മേഖലയിലുണ്ടോ. അതിലിപ്പോൾ എഡ്യൂക്കേഷനുള്ളവരും ഇല്ല, അങ്ങനെ ചിന്തിക്കേണ്ട. എല്ലാ മേഖലയിലും കാണാം അത്തരം ആൾക്കാർ. മറ്റുള്ളവരെ ഒരു പരിഗണന നടക്കാതെ, ഇപ്പോൾ ഒരു ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ പുച്ഛമായ രീതിയിൽ പെരുമാറുന്ന എത്രയോ പേരെ നമുക്ക് കാണാം. അതായത് കുറച്ച് പണമൊക്കെ ഉണ്ടാവും, അപ്പോൾ അഹങ്കാരത്തിൻ്റെ പേരിൽ മറ്റുള്ളവനെ ഇങ്ങനെ
അതൊരു അടിമകളെ പോലെ ആക്കുന്ന എത്ര പേര് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളെ ഈ യാത്രയിൽ. അപ്പോൾ അതൊരു മൃഗീയതമാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഈ തീരത്ത് എല്ലാവരും ഒരേപോലെ റെസ്പെക്റ്റ് ചെയ്യേണ്ടവരാണ്. പക്ഷേ ഏതെല്ലോ കാരണവശാൽ അവരങ്ങനെ ആയിത്തീരുന്നു. അതൊക്കെ മാറ്റിയെടുക്കാം. അതൊക്കെ മാറ്റാനാണ് മെഡിറ്റേഷൻ എന്ന ടെക്നിക്സ്. ആ ടെക്നോളജിയാണ് ഈ 90% മൃഗത്തിനെ ഒരു 100% മനുഷ്യനാക്കി മാറ്റാൻ കഴിയുന്നത്. അപ്പോൾ സാധ്യതയാണ്. അപ്പോൾ ഇതൊന്നും ഒരു കുറവായി കാണേണ്ട, അത് പരിഹരിക്കാൻ പറ്റില്ലെന്നും വിചാരിക്കേണ്ട ആൾക്കാർ. ഈ തെറാപ്പിയിലൂടെ, മെഡിറ്റേഷൻ എന്ന ധാരാളം മെത്തേഡ്സിലൂടെ, ഓഷോനൊക്കെ മഹാനായ ഓഷോക്കെ ധാരാളം തെറാപ്പി ബേസ്ഡ് മെഡിറ്റേഷൻ രീതികളുണ്ട്. ഇതൊക്കെ നമ്മളെ ശുദ്ധീകരിക്കാനും നമ്മളെ വീണ്ടും മനുഷ്യത്വത്തിലേക്കും അതോടൊപ്പം ദൈവീകതയിലേക്കും നമ്മെ എത്തിക്കുന്നു. അവിടെയാണ് പിന്നെ വരുന്നത് സൂപ്പർമാൻ, അതായത് അമാനുഷികന്മാർ, സർവചരാചരങ്ങളെയും സ്നേഹിക്കാൻ പറ്റുന്ന കാരുണ്യമുള്ളവർ, സ്നേഹം മാത്രമുള്ളവർ, ഒന്നും തന്നെ സ്വാർത്ഥമായി ചിന്തിക്കാതെ എല്ലാവർക്കും വേണ്ടി നന്മയുണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്ന കുറച്ച് പേരുണ്ട്. ഒരു 10% ആൾക്കാരുണ്ടാവും വേൾഡിൽ. അവരാണ് ഈ സയൻസിലൊക്കെ ഇത്രയും മരുന്നൊക്കെ കണ്ടുപിടിക്കുന്ന ത്യാഗം, ഈ മനുഷ്യൻ്റെ വ്യഥ. അവനിങ്ങനെ കഷ്ടപ്പെടാൻ പാടില്ല. അതിൻ്റെ നിരന്തരമായ കഠിനമായ അന്വേഷണവും പ്രവൃത്തിയിലൂടെ അവർ പരിഹാരം കണ്ടെത്തുകയാണ്. അങ്ങനെയുള്ള അതാണ് ഋഷി എന്ന് പറയുന്നത്. അത് സയൻസിലുണ്ടാവും, എല്ലാ മേഖലയിലും ഉണ്ടാവും, സമൂഹത്തിൽ കാണാം, ഇപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ കാണാം. അങ്ങനെയുള്ള വളരെ കുറച്ച് ആൾക്കാരുണ്ടാവും. ബാക്കി എല്ലാവരും സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സ്വന്തം കാര്യം നേടുവാൻ വേണ്ടി അഭിനയിക്കുന്നവരാണ്. അങ്ങനെ കാണാം നമുക്ക്. അവരുടെ കാര്യത്തിന് വേണ്ടി മറ്റുള്ളവർ സഹായിക്കും, അതിൽ നമുക്കെന്തോ മെച്ചം കിട്ടുമെന്നുള്ള അതൊരു ഗെയിമാണ്, അതൊരു ബിസിനസ്സാണ്. ആ തലമല്ല, മറ്റൊരു ടോട്ടലി സമർപ്പണമാണ്. ലോകത്തിന് മുഴുവനും നന്മയുണ്ടാവട്ടെ എന്നുള്ള ബോധത്തിൽ പ്രവർത്തിക്കുന്ന അമാനുഷികരായ സൂപ്പർമാൻ, ദൈവീകത മാത്രം കുടികൊള്ളുന്ന, ഒരിക്കലും ആരെയും ദ്രോഹിക്കാൻ ഇഷ്ടപ്പെടാത്ത അമാനുഷികരായ ഋഷിതുല്യരായ ആൾക്കാർ മനുഷ്യരുണ്ട്. അവരിപ്പോൾ കാട്ടിൽ പോകണമെന്നല്ല, അവർ നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ടാവും. പക്ഷേ അവരാരും ശ്രദ്ധിക്കാറില്ല, അവരാരും ശ്രദ്ധ ആകർഷിക്കാറുമില്ല. അതിനുവേണ്ടി അവരൊന്നും പ്രവർത്തിക്കാറില്ല. മറ്റുള്ളവരെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി അവരൊന്നും ചെയ്യില്ല. അവർ സൈലൻ്റായി അവരുടെ ജീവിതം അങ്ങനെ മറ്റുള്ളവർക്ക് പ്രചോദനമായി, ഒരു പ്രേരണയായി, ഒരു പൂവിൻ്റെ സൗരഭ്യം പോലെ ചുറ്റുപാടും അതിൻ്റെ സൗരഭ്യം പ്രസരിപ്പിച്ചുകൊണ്ട് നന്മയോടുകൂടെ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ ഒരു സാധ്യതയാണ്, ഒരു വിത്താണ്. ആ വിത്ത് വേണമെങ്കിൽ നമുക്ക് വിതയ്ക്കാം. അതിൽ നിന്നും ധാരാളം ഫലങ്ങൾ ശ്രദ്ധയോടുകൂടെ വളർത്തിയാൽ ഫലമുണ്ടാക്കാം. ആ ഒരു സാധ്യത മനുഷ്യന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സാധ്യത അല്ലെ അത് വിതയ്ക്കാതിരിക്കാം, അത് വിത്തായിട്ട് തന്നെ സൂക്ഷിക്കാം. അപ്പോൾ ഈ കല്ല് മനുഷ്യനെ പോലെ ആവും. ഒരിക്കലും അത് പരിവർത്തനം. അപ്പോൾ അത് പരിവർത്തന വിധേയമാകണമെങ്കിൽ നമ്മൾ പ്രവർത്തിക്കണം. നമ്മളുള്ളിൽ ശരിയാം തോന്നുന്ന ധാർമ്മികമായ ആശയങ്ങൾക്ക് നമ്മൾ പ്രവർത്തിച്ച് രൂപം നൽകണം. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ലോകം വിഭവസമൃദ്ധമായ സ്വർഗ്ഗതുല്യമായ ഈ ഭൂമിയിൽ നമുക്കെല്ലാം നമ്മുടേതായ കോൺട്രിബ്യൂഷൻ നൽകിക്കൊണ്ട് നിത്യജീവിതം ആനന്ദോത്സവമായി കൊണ്ടാടുവാൻ ചെറിയൊരു അവബോധം, ചെറിയൊരു മെഡിറ്റേഷൻ ടെക്നിക്സ് നിങ്ങൾ അപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതം ധന്യമാക്കാം, വിജയപ്രദമാക്കാം, ആഘോഷകരമാക്കാം, പ്രണയതുല്യമായി ജീവിക്കാം. നിങ്ങൾക്കും ദൈവമായി മാറാനുള്ളൊരു സാധ്യതയുണ്ട്. ദൈവത്തെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ എവിടെയാണോ അവിടെ ദേവലോകം സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ നമുക്ക് ഇന്ന് സ്മരിക്കുന്നുണ്ട്. യേശുദേവൻ, മുഹമ്മദ് നബി, അങ്ങനെ ധാരാളം മഹാപുരുഷന്മാരുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ, അരവിന്ദ ഘോഷ്, ഓഷോ, മഹാനായ ഓഷോ, അങ്ങനെ എത്രയോ പേരുണ്ട്. വിരലുണ്ടാവുന്ന കുറേ ആൾക്കാരുണ്ടാവും ലോകത്തിൻ്റെ നാനാഭാഗത്തും. സോക്രട്ടീസ്, അങ്ങനെ എത്രയോ ശാസ്ത്രലോകത്തും അതുപോലെ സംഭാവന ചെയ്ത ധാരാളം പേരുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തും ധാരാളം പേര് മനുഷ്യൻ്റെ വ്യഥക്കനുസരിച്ച് പ്രവർത്തിച്ച ധാരാളം മഹൽ വ്യക്തികളുണ്ട്. അവരെല്ലാം സ്മരിച്ചുകൊണ്ട് ആ തലത്തിലേക്ക് ഉയരുവാൻ നിങ്ങൾക്കും കഴിയുമാറാകട്ടെ. അതിന് കഴിയുമെന്നാണ് ഇന്ന് ശാസ്ത്രം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം പ്രോബ്ലംസ് നമുക്ക് മാറ്റിയെടുക്കാം. അതിനുള്ള ടെക്നോളജിയാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ മീൻസ് ഒരു മെഡിസിനാണ്. നമ്മളെ പരിവർത്തനം ചെയ്യുവാനുള്ള ഒരു ശാസ്ത്രം തന്നെയാണത്. സയൻറ്റിഫിക് മെത്തേഡാണ് അത്. പക്ഷേ പല രീതിയിൽ തെറ്റിദ്ധരിച്ചുകൊണ്ട് ദൈവത്തെ ഭൂമിയിലിറക്കാനും ദൈവത്തെ കാണാനെന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ എന്തൊക്കെയോ ആകുവാണ്. അപ്പോൾ അതിനെ ഓഷോ വളരെ സയൻറ്റിഫിക്കായി ഓരോ ധ്യാന രീതികളും കമ്പോസ് ചെയ്തിട്ടുണ്ട്. അത് ഭാഗ്യമുള്ളവർക്ക് പഠിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.